ഹലോ. തിരുവാതിരയായിട്ട് നമുക്ക് ഇത്തിരി കൂവ പായസം ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലൊക്കെ കൂവ വരകിയത് എന്നാട്ടോ പറയാറുള്ളത്. പിന്നെ ഞാൻ യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും കൂവ പായസം എന്ന് പറയണ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും അങ്ങനെ പറയാമെന്ന്. അങ്ങനെ ഞാൻ പോയിട്ട് അമ്മേനോട് ചോദിച്ചു, കൂവ പായസം എന്നാണോ അതോ കൂവ വരകിയത് എന്നാണോ പറയാറുള്ളത് എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയൊക്കെ കൂവ വരകിയത് എന്നാണ് പറയാറുള്ളത് എന്ന്. ശരിയാ, ചെറുപ്പം തൊട്ടേ ഞാനും കൂവ വരകിയത് എന്നാട്ടോ പറയാറുണ്ടായിരുന്നേ. നിങ്ങളൊക്കെ എന്താ പറയാറുള്ളത്? കൂവ പായസം എന്നാണോ അതോ കൂവ വിരകിയത് എന്നാണോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ കൂവ വിരകിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. വളരെ എളുപ്പത്തിലാട്ടോ ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് ശർക്കര പാനി ഉണ്ടാക്കാൻ വെച്ചു. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കൂവപ്പൊടി ഇട്ടു, അതിലേക്ക് വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി, കാരണം കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടയ്ക്കണം. എന്നിട്ട് അതിലേക്ക് ഈ ശർക്കര പാനി ആഡ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ആഡ് ചെയ്തു. ഞങ്ങളിവിടെ പഴം കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പഴം മുറിച്ചതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ടാണ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്യും. പിന്നെ അമ്മ കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അമ്മ പണ്ട് തൊട്ടേ ഒരു കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാറുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറ്? നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്നിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരുന്നു. അടി പിടിക്കാൻ പാടില്ല. ഒരു 10-20 മിനിറ്റ് ഇളക്കിയപ്പോഴത്തേക്കും ദേ ഈ കാണുന്ന പരുവത്തിലായിട്ടുണ്ട് നമ്മളെ കൂവ വരകിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വിശേഷവുമായി അടുത്ത വ്ളോഗിൽ. ബായ്.